ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നു. ഡി ക്ലാസ് ആംപ്ലിഫയർ ഇതാണ്. ഡി ക്ലാസ് ആംപ്ലിഫയർ തന്നെയാണ് ഈ ഹോം തിയേറ്ററിനകത്തും വെച്ചിരിക്കുന്നത്. ഇത് ഇടിവെട്ടി വെള്ളം കയറിയൊക്കെ പോയതാണ്. അപ്പോൾ നമ്മൾ 2 ഹോം തിയേറ്റർ കൂട്ടി നമ്മളൊരു TV21 വർക്ക് ചെയ്യുമോ AS വർക്ക് ചെയ്യുമോ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് തീരുമാനിക്കും. അപ്പോൾ ആദ്യത്തെ ഊഫർ നമ്മൾ എടുത്തു, അതിൻ്റെ ബോർഡ് നമ്മൾ അയച്ചു. അതിനകത്ത് ഇരിക്കുന്ന സ്പീക്കർ ഒന്നുകൊണ്ടെന്ന് കാണിച്ചാൽ 4 ohms ആണ്. 4 ohmസിൻ്റെ നല്ല വെട്ടിക്കെട്ട് മാഗ്നറ്റൊക്കെ ഉള്ള നല്ല ഒന്നാന്തര സ്പീക്കറാണ് ഇരിക്കുന്നത്. അതിനകത്ത് നിന്ന് നമ്മൾ ഇച്ചിരി വയർ പുറത്തേക്ക് എടുക്കണം. വയർ പുറത്തേക്ക് എടുത്ത് വേണം നമ്മളത് കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരെയൊക്കെ നമ്മൾ അതിനകത്ത് നിന്ന് ഒഴിവാക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും പെട്ടെന്ന് കാണാനും പറ്റും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് അടിക്കാൻ പറ്റുന്നവരൊക്കെ ഒരു ലൈക്ക് അടിക്കുക. മറ്റേ സ്കൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ സ്കൈപ്പ് അറിയാമല്ലോ, ലൈക്ക് അടിച്ച് കഴിയുമ്പോൾ വരുന്നൊരു സാധനമാണ്, അതും ചെയ്യുക. തുടർന്ന് കണ്ടോളൂ. ഇപ്പോൾ നമ്മൾ ഒരു സബ്വൂഫർ സെറ്റ് ചെയ്യുകയാണ്. ഇതവിടെ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹോൾ വരും. അതുകൊണ്ട് നമ്മളവനെ ഇവിടെ ഒരു ചെറിയൊരു ഹോളുണ്ടായിരുന്നു, ആ ഹോളിൽ കൂടെ അകത്തോട്ട് കയറ്റി ഇവിടെ നമ്മുടെ വയറ് നിൽപ്പുണ്ട്. വയറ് കൊടുക്കണം. ഒട്ടും ഇടയില്ല ചെയ്തു. ഇത് നമ്മുടെ വയറിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇങ്ങോട്ട് വരൂ കുട്ടി, ഏറ്റു വരൂ. കറക്റ്റ് ഷോർട്ടായിട്ട് കാണിക്കുക, അവിടെ ഇരുന്ന് കാണിക്കാതെ. രണ്ട് സാധനങ്ങളാണുള്ളത്, ഒന്നൊരു പോസിറ്റീവ് ലൈനും ഒന്നൊരു നെഗറ്റീവ് ലൈനും. ഇതാണ് നെഗറ്റീവ്, ഏതാണ് പോസിറ്റീവ്, ഏതാണ് നെഗറ്റീവ്. ഇത് നെഗറ്റീവ് ഉള്ളത്, അപ്പോൾ പോസിറ്റീവ്. സ്ലീവ് എടുത്ത് സ്ലീവ് അപ്പോൾ ഈ സബ്വൂഫർ ഇതുപോലെ ആക്റ്റീവ് സബ്വൂഫർ ഉള്ള ആൾക്കാർ ഇതുപോലെ തുറന്നിട്ട് സബ്വൂഫർ മാത്രം കണക്ട് ചെയ്തെടുത്താൽ മതി. വേറെ അനുകൂല കേസൊന്നുമില്ല. ആണ് ഏറ്റവും വണ്ണം കൂടിയത്. ഇത് വണ്ണം കൂടിയതില്ലേ? ചെറു വണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, ഇതേ ഉള്ളൂ. ഓക്കെ, ഇത് കയറിപ്പോകും, കുഴപ്പമില്ല. പിന്നെ അടുത്തത് നെഗറ്റീവ് സ്ലീവ്. നമുക്ക് ലെഡ് ഫ്ലെക്സ് അപ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് തിരിയാതെ ചെയ്യണം. തിരിയാതെ നമ്മൾ ലെഡ് ഇടുവാണ്. ലെഡ് ഇട്ടു, ഇവിടെ ലെഡ് ഇട്ടു. ലെഡ് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിന് യാതൊരു അനക്കവും വരികയില്ല. ചുമ്മാ പിരിച്ചൊന്നും വെച്ചാൽ പോരാ, പറ്റുമെന്നുള്ളതെല്ലാം സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്ത് ഇതിനകത്ത് കയറ്റി വിടണം. കയറ്റി ഒരു ലൈനാക്കി വിട്ടാൽ അത് കയറി. നമ്മൾ ബ്ലോവർ എടുത്തു, ബ്ലോവർ ഇത് കൊടുത്ത് കയറ്റിയിട്ട് മതി.
ഓക്കെ, അത് ചെയ്തു. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ നമ്മുടേതായ ഒരു സ്ലീവിങ് കൂടെ ചെയ്തുന്നുണ്ട്. അതിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മളിങ്ങനെയാണ് മുറുക്കേണ്ടത്. അതിലോട്ടെടുത്തു. ഇത് കൃത്യമാണ്. നീളവും കാര്യങ്ങളും വേണം. ഒരു ഇച്ചിരിയാണ് ഇങ്ങോട്ട് വലിച്ചു വിടാൻ തോന്നുന്നു, പൊക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന്. ഓക്കെ, അതിൻ്റെ സ്ക്രൂ ചെയ്യുക. അല്ലേ, ഗ്ലൂ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും എയർ ഇങ്ങോട്ട് വരണ്ട, പുറത്തിടേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു തുള്ളി പുറത്തൂടെ ഇട്ടേക്കാം. കുഴി കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കറക്റ്റായിട്ടത് സ്ക്രൂ എല്ലാം കറക്റ്റ് ചെയ്യുക. ടോർച്ച് എവിടെയാണെന്ന് നോക്കി വെച്ചോണം. ഇപ്പോൾ നമ്മൾ ഇത്രയും വയർ വെച്ച് നീളമിട്ട് കട്ട് 2 മീറ്റർ കാണും. ഈ 2 മീറ്റർ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തു. ഈ സബ്വൂഫർ നല്ലതാണോ എന്ന് നോക്കണ്ടേ, നമുക്കറിയത്തില്ല. ഈ സബ്വൂഫർ അതിൻ്റെ വയറൊക്കെ ഊരിയിട്ടിരിക്കുകയായിരുന്നു. നല്ലതാണോ നമുക്കറിയത്തില്ല. ശൽ ഇതിനൊരു ബാറ്ററി ടച്ച് ചെയ്ത് നോക്കാൻ പോകും. ഒരു ബാറ്ററി എടുത്തോളൂ. കേട്ടല്ലോ, സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഊഫറിന് കുഴപ്പമില്ല. ഈ ഓഫർ പാസ്ഡ്. ഇനി ഈ ബോർഡുകളൊക്കെ പൊക്കം വിടുക. ഇതൊന്നും ആവശ്യമില്ല, എല്ലാം പോക്കടിച്ചാണ്. ഇവിടെ എവിടെയെങ്കിലും ഇട്ടേക്കാം. പിന്നെ അടുത്ത സബ്വൂഫർ. അപ്പോൾ ഈ സബ്വൂഫർ അവിടെ നിന്ന് എടുത്ത് മാറ്റാം. അടുത്ത സബ്വൂഫർ അടുത്ത സാധനം എടുത്തു. പിന്നെ ഇച്ചിരി പവർ കൂടിയവനാണ്, എങ്കിലും പിന്നെ നമ്മൾ അഴിക്കാൻ പോവാണ്. രണ്ടുപേരെയും കൂടെ മാച്ച് ചെയ്യിക്കുമ്പോൾ ശരിയാവുമ്പോൾ ഇത് സെയിം സാധനം തന്നെ. നോക്കി, സെയിം ബോർഡ് തന്നെ. കൂടിയതിനകത്തും കുറഞ്ഞതിനകത്തും എല്ലാം അത് തന്നെ വെച്ചിരിക്കും. കണ്ടോ, നോക്കി നീ പറ്റിപ്പ് മനസ്സിലായി. ഇതേ ട്രാൻസ്ഫോമർ. ഇത് നോക്കിയേ, ഒരു വ്യത്യാസമില്ല. ഒരെണ്ണം വലുതും ഒരെണ്ണം പവർ കൂടിയതും ഒരെണ്ണം പവർ കുറഞ്ഞു. അപ്പോൾ പവർ കുറഞ്ഞതിലാണ് കൂടുതൽ വലിയത്. അത് കപ്പാസിറ്റർ ഫിൽറ്റർ, അത് വലിയ കഥയില്ല. ഇതുണ്ട്, ആമ്പ് സെയിമാണ് വെച്ചിരിക്കുന്നത്. സെയിം ആമ്പ്, അതെ അതെ, ഒരു വ്യത്യാസവും ഇല്ലാത്ത ആമ്പ്. കൊള്ളാം, നന്നായിട്ടുണ്ട്.
എല്ലാം സെയിം തന്നെ. ഇതിന് പിന്നെ തുളയുടെ പ്രശ്നമൊന്നും വരികയില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിവിടെ ഒരു പെട്ടിയാക്കി ഇങ്ങനെ പെട്ടി ബോക്സ് ചെയ്തിരിക്കുക. ഇത് എത്ര ഓംസാന്ന് നോക്കണം. നമ്മുടെ മൾട്ടിമീറ്റർ എടുത്ത് ഇത് 4 ഓംസ്, കറക്റ്റ് 4 ഓംസ് കണ്ടല്ലോ, 4 ഓംസ്. അപ്പം 4 4 8 സീരിയസ് ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, സീരിയസ് കണക്ഷൻ. അപ്പം ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ 8 ആക്കുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഒരു വയർ കൊണ്ടുവന്ന് ഇതേ കയറ്റിയിട്ട് ഇതേന്നൊരു വയർ എടുത്തിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് പുറത്തേക്ക് വിടണം. അങ്ങനെയാണ് ഇതിപ്പോൾ ചെയ്യേണ്ടത്. എങ്കിലും ഒറ്റ ലൈൻ കൊടുത്താൽ മതി. അത് ഊരുന്ന രീതിയിലാക്കുമായിരുന്നേ നല്ലതായിരുന്നു. ഇത് ഊരുന്ന പോലെ ആക്കി തന്നെ ഇതിൻ്റെ തലയുള്ള വയറുണ്ടല്ലോ നമുക്ക്, അത് കാരണം ഫിറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ പിന്നെ ആരും പ്രശ്നമാണ്. ഇതവിടെ വന്ന് കയറുന്നു, പക്ഷെ ഔട്ടെടുക്കുന്നത് ഇവിടുന്ന് ആയാൽ ഇവിടെ നമ്മൾ മറ്റേ ഊഫറിന് കൊടുത്തല്ലോ, ഊഫറിന് കൊടുത്ത ലൈന് ഒരിച്ചിരി നീട്ടിയാണല്ലോ വെച്ചിരിക്കുന്നത്. ഇച്ചിരി നീട്ടി വെച്ചിരിക്കുന്നു. ഈ വയറ് നേരെ കൊണ്ട് നമുക്ക് ഇതിനകത്ത് കയറ്റണം. ഇതിനകത്ത് കയറ്റിയിട്ട് ഇതിനകത്ത് നമ്മൾ ഈ മറ്റേ ഊഫറിൻ്റെ ലൈൻ കയറ്റിയെടുത്ത് ഇത് സീരീസ് കണക്ഷനാക്കി മാറ്റണം. സീരീസ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഊഫറിൻ്റെ പോസിറ്റീവ് കൊണ്ടുവന്നതിൻ്റെ നെഗറ്റീവ് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മറ്റ് സൈഡ് രണ്ടും എടുക്കണം. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, നിങ്ങൾക്ക് മനസ്സിലാവും. കൊണ്ടുവന്ന് ഇതിപ്പോൾ ഇതിനകത്ത് ഇത് നെഗറ്റീവ് കൊണ്ടുവന്ന് പോസിറ്റീവ് കൊടുക്കണം. നെഗറ്റീവ് കൊണ്ടുവന്ന് പോസിറ്റീവ് കൊടുക്കണം. നെഗറ്റീവ് കൊണ്ടുവന്ന് പോസിറ്റീവ് കൊടുക്കണം. സ്ലീവ് പോസിറ്റീവ് കൊടുത്തു, ഇൻസുലേഷൻ അടിച്ചു. ഓക്കെ, സ്ലീവ് ഇട്ടു. സ്ലീവ് ഇച്ചിരിയുടെ മുഴുത്ത സ്ലീവ് ആയിരുന്നു നല്ലത്. ഇതിന് ഇച്ചിരി വണ്ണം കുറവാണ്. ഒരുത്തൊരു സ്ലീവ് ഉണ്ടായിരുന്നു. ഒരുത്തനെ ഇവിടെ ജോലിക്ക് ഒരു ദിവസം വന്ന് അവനെ അടിച്ചുകൊണ്ട് പോയി. അതാണ് ഒരുത്തനെ എടുക്കാനാത്ത കള്ളന്മാരുടെ രാജ്യമാണ്, മനസ്സിലായേ. വേറെ ആൾക്കാരെ ജോലിക്ക് വെച്ച് പണിയെടുത്ത് ചെയ്ത് തീർത്ത് കൊടുക്കണമെന്ന് പറയുന്നു. പണിയാവുന്ന വരുത്തുന്നുണ്ട്, വാങ്ങി ഞാൻ പണി തരാം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന സാധനം കട്ടോണ്ട് പോകല്ലോ, നാട്ടുകാരുടെ സാധനമൊക്കെ എടുത്ത് തിന്നരുത്. അങ്ങനെയുള്ളവരെ കിട്ടണം. അങ്ങനെയുള്ളവർ ആരാ ഇപ്പോൾ കേരളത്തിലുള്ള? ആരും തന്നെ ഇല്ല. വേറെ ജോലിക്കാരെ വെച്ച് ചെയ്യാൻ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. എന്നെ വിശ്വാസിച്ച ഒരാൾ തന്ന സാധനം വല്ലവനെയും കൊണ്ട് നശിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ നശിപ്പിക്കുന്നില്ല. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെക്കാം, അല്ലാത്തവർക്ക് എടുത്തുകൊണ്ട് പോകാം. ആരും നിർബന്ധിച്ച് ഒപ്പിച്ചിട്ടില്ലൊരു സാധനം. അപ്പോൾ ഇത് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് കയറി. പിന്നെ നമുക്കിവിടെ പോസിറ്റീവ് മിച്ചമുണ്ട്. ആ പോസിറ്റീവിനെ നമ്മൾ പുറത്തേക്ക് വിടുകയാണ്, എന്നേക്കുമായിട്ട് പുറത്തേക്ക് വിടുകയാണ്. ഒരു സ്ലീവ് കൂടെ എടുത്തു. ഓക്കെ, ഒറ്റ കാര്യം ചെയ്താൽ മതി. അവിടെ പാത്രത്തിൽ വലിയ സ്ലീവ് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് പോസിറ്റീവായിട്ട് അങ്ങ് വിടുവാണ്. നെഗറ്റീവ് കൊണ്ടുവന്ന് പോസിറ്റീവായി കയറ്റി. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? നെഗറ്റീവ് കൊണ്ടുവന്ന് പോസിറ്റീവിലാണ് ഇവിടെ കയറ്റിയിരിക്കുന്നത്. ഇത് പോസിറ്റീവായിട്ട് വിടുന്നു. ഓക്കെ, അതുകൂടാതെ ഇനി നെഗറ്റീവ് കൊണ്ടുവന്ന് അതോ
നെഗറ്റീവ് പുറത്ത് വരാനുണ്ട്. ഇവിടെ ഒരു നെഗറ്റീവ് നിൽപ്പുണ്ട്. ആ നെഗറ്റീവിനെ നമ്മൾ ഇവിടെ എടുത്തു. ഓക്കെ, ആ നെഗറ്റീവിനെ നമ്മൾ ഒന്നിപ്പിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവിനെ ഒന്നിച്ച് പിരിച്ചതിന് ശേഷം ഇതിപ്പോൾ ലെഡ് ചെയ്യാൻ പറ്റിയതിനകത്ത് ലെഡ് ചെയ്തിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം എനിക്ക് സോൾഡർ ചെയ്യാൻ അറിയത്തില്ല, ഫ്ലെക്സ് ചെയ്യാൻ അറിയത്തില്ലെന്നൊന്നും പറയണ്ട. അല്ല, നമ്മുടെ അടുത്തുള്ള ഒത്തിരി മെക്കാനിക്കുകളുണ്ടല്ലോ, നമ്മുടെ അടുത്തുള്ള എത്രയോ പേരുണ്ട്. അവരോട് ഇതൊന്ന് സീരിയൽ ചെയ്ത് തരാമോ? സീരിയൽ കണക്ഷൻ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 4 ഓംസിന് 8 ഓംസ് ആക്കുവാണേ. ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ ചെയ്തു തരും. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കണം. പണി ചെയ്ത് കഴിയുമ്പോൾ കാശ് കൊടുക്കാത്ത ഒത്തിരി മിടുക്കന്മാരുണ്ട്. അതുകൊണ്ടാണ് ഈ ടെക്നീഷ്യന്മാരെല്ലാം അന്യം നിന്ന് പോകുന്നതെന്ന് ഞാൻ പഠിച്ചു. അതുകൊണ്ട് പാവം പിള്ളേർ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന പാവം ടെക്നീഷ്യന്മാരെ ആരും തള്ളിക്കളയല്ല. അവർക്ക് ജീവിക്കാനുള്ള മാർഗം കൊടുക്കണം. അവർ ശരിയായില്ലേലും അവർ ഒത്തിരി നേരം ജോലി ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ചിലപ്പോൾ ശരിയായില്ലെന്ന് വരും. നമ്മൾ പറഞ്ഞത് ശരിയായില്ലെങ്കിൽ നമ്മളത് പൈസ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ ജീവിക്കണ്ടേ? ബുദ്ധിമുട്ടോ? സ്ലീവിട്ടാലും നമ്മൾ സ്ലീവൊക്കെ കയറ്റുമ്പോഴൊക്കെ ചെറിയ ഇതൊക്കെ വന്നാലും ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു ഇച്ചിരി ചിലട്ടപ്പോട് ചുറ്റുന്നുള്ളതേ ഉള്ളൂ. ഇനി അതിന് കുറ്റം പറയാൻ നോക്കണ്ട. സ്ലീവ് ഇട്ടതിൻ്റെ വേണ്ടി കുത്തിയെന്നൊക്കെ നമുക്കൊരു സമാധാനത്തിന് വേണ്ടി നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അത് കഴിഞ്ഞു. ഇങ്ങനെയാണ് അതിൻ്റെ സർക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലെയാണ് നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നത്. ഇതിൽ സ്പീക്കർ വന്ന് ഇതിപ്പോൾ എന്തായാലും നീളം ഇടണമെന്നുള്ളതൊരു കാൽക്കുലേഷൻ വേണം. ഇപ്പോൾ ചില മാറ്റിയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അപ്പോൾ ഒരു മന്ത്രം ഇവിടെ ചൊല്ലി വെച്ചിട്ടുണ്ട്. മന്ത്രം 18ാമത്തെ അടവല്ല, 19ാമത്തെ അടവ് ഒരു മന്ത്രമായിട്ട് ഇവിടെ ചൊല്ലിയിട്ടുണ്ട്. അതിനകന്ന് കണ്ടുപിടിക്കാമെന്നൊരു കണ്ടുപിടിക്കും. അത് ഏത് വലിയ ശിഷ്യനാണേലും എത്ര അടുപ്പമുള്ള ശിഷ്യനാണേലും അവസാനത്തെ അടവ് പറഞ്ഞു കൊടുക്കാമല്ലോ ഗുരു. എന്ന് പറഞ്ഞതുപോലെ താണ്ട് ഇവിടെ ഒരു അടവുണ്ട്. അടവ് ഇപ്പോഴാണ് അതിൻ്റെ അടവ് പൂർത്തിയായത്. ഓക്കെ, ഇച്ചിരി കഴിഞ്ഞ് ഒന്നുകൂടെ നിൽക്കാം. കറക്റ്റാ, കുഴപ്പമില്ല. ഇല്ല, അങ്ങനെ തന്നെ ആയിരുന്നു. ഇതിനകത്താണ് അതിൻ്റെ ഇപ്പം വെച്ച സാധനത്തിനകത്താണ് അതിൻ്റെ മൊത്തം പരിപാടി ഇരിക്കുന്നത്. അതെന്നാന്ന് ഞാൻ പറഞ്ഞു തരികയില്ല. അത് ഞാൻ പറഞ്ഞു തരത്തില്ല കേട്ടോ. അതറിയണമെങ്കിൽ എൻ്റെ ചാനൽ ജോയിൻ ചെയ്തിട്ട് എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി, പറഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ 2 സബ്വൂഫറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 2 എണ്ണം. 2 പേരെ ഒന്ന് ബാറ്ററി വെച്ച് ചെക്ക് ചെയ്യുക ആദ്യം. അതിനു മുമ്പ് ഇവരുടെ ഓംസ് ചെക്ക് ചെയ്യണ്ടേ? ഇവർ 2 പേരും കൂടെ കൂടിയപ്പം ഇവരുടെ സ്വഭാവത്തിന് എന്താ മാറ്റം വന്നെന്ന് അറിയണ്ടേ? 8-9 ഓംസ് വരെയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ ഇതൊക്കെ മാറാം. എന്നാലും നമുക്ക് മറ്റോ 4 മര്യാദയ്ക്ക് കറക്റ്റ് കാണിച്ചതാണ്. പിന്നെ ഈ റെസിസ്റ്ററൊക്കെ ചെറിയ വലിയ വയറൊക്കെ ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് 8 7.9 നമ്മൾ 7.8 7.7 നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വയറ് അടിപൊളിയാണെന്നതിനർത്ഥം. ഒരു തുള്ളി റെസിസ്റ്റൻസ് ഇല്ലാത്ത പ്യുവർ കോപ്പർ വയർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 8 കാണിക്കേണ്ടത് കേട്ടോ. 7.7 കറക്റ്റ് ഓംസ്.
അപ്പോൾ നമുക്കൊരു ആംപ്ലിഫയർ ഒരെണ്ണം ഇത് മാത്രം സബ്വൂഫർ മാത്രം ഒന്ന് കൊടുത്ത് നോക്കാം. അതായത് നമുക്ക് ആദ്യം TV21 തന്നെ കൊടുക്കാം. AC ആടി കയറി കൊടുക്കണ്ട. TV നല്ല ഇടിക്കുവാണെങ്കിൽ പിന്നെ ACൻ്റെ ആവശ്യമില്ല. TV ഇഞ്ഞെടുത്തു സൗണ്ട് ബാർ ചെയ്ത് പറഞ്ഞാൽ ഒത്തിരി നേരം എടുക്കും. മറ്റേ ഫോൺ കട്ടായി പോയോ? ബാറ്ററി എല്ലാം തീർന്നു പോയോ? പോയായിരിക്കും അല്ല, നമുക്ക് പ്ലേ ചെയ്യാൻ പെൻഡ്രൈവ് ഉണ്ടോ? പെൻഡ്രൈവ് കൂടി ഇല്ലെന്നായിരിക്കും തോന്നുന്നു. താഴെയാ ഇച്ചിരി നേരം ഞാൻ ചാർജ് കുത്തി വെച്ചിട്ട് വരാം. അല്ല, അത് ഒരു പാട്ട് കേട്ടാൽ സബ്വൂഫർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് അതുകൊണ്ട് വേറെ ശബ്ദങ്ങളൊന്നും അധികം പ്രതീക്ഷിക്കില്ല. സബ്വൂഫറിൻ്റെ ഇടി എങ്ങനെ വരുമെന്ന് അറിയാനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ബ്ലൂടൂത്ത് നിൽക്കുന്നു. ഇതുകൊണ്ട് ഓണാണെന്ന് പോലും അറിയത്തില്ല. ഒരു അതാണ് ക്ലാസ് ഡിയുടെ ഒരു പ്രത്യേകത. ഇത് ഓണാണെന്ന് പോലും അറിയത്തില്ല. മറ്റേതൊക്കെ ആണെങ്കിൽ നമ്മൾ കിടന്ന് മൂളി പണ്ടാര വിടങ്ങി എരച്ച് കാറി കൂവി വേണ്ടേ അല്ല ഹായ് കണക്റ്റ് ആയപ്പോൾ ബാസ് മാത്രമേ എൻ്റെ വീഡിയോ ഞാൻ പാട്ട് നോക്കട്ടെ. അടിപൊളി. അങ്ങനെ സബ്വൂഫർ മാത്രമേ ഉള്ളൂ. സബ്വൂഫർ മാത്രം. ഇനി രണ്ടുപേരും കൂടെ ഉണ്ട് വരാൻ. വലിയൊരാളുകൂടെ ഉണ്ട്. അടിപൊളി. എന്തായാലും കൂടെ കൊടുക്കാനുള്ള ഇത് മാത്രമല്ല, അവിടെ ഒരുത്തനും കൂടെ ഉണ്ട്. 2 സൗണ്ട് ബാറാ. ഒരു വിട്ടെ. അത് നിർത്താവേ. അതിന് കോപ്പിറൈറ്റ് ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. നോ CFC എന്ന് പറഞ്ഞ് പാട്ടുണ്ട് കോപ്പിറൈറ്റ് ഇല്ലാത്തത്. ഇവിടെ എല്ലാം കുലുങ്ങുന്നുണ്ട് കേട്ടോ. അടുത്തുള്ളവർ ഓടി വരാൻ സാധ്യതയുണ്ട്. ഊബർ മാത്രമല്ല, ഈ 2 ടവർ ഇതും കൂടെ കൊടുത്ത് ഇത് നല്ല നീളം കറക്റ്റ് ആണല്ലോ. ഇതും കൂടെ കൊടുത്ത് അടിപൊളിയായിരിക്കും. ഇതാണ് നമ്മുടെ കുഞ്ഞനാ അടിക്കുന്നത്. അപ്പൊ ഇത് കണ്ടോ, 2 സൗണ്ട് ബാർ ഒന്നിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞനേല് കൊടുത്തിട്ടില്ല. ഇത് കണക്ട് ചെയ്തിട്ടില്ല. ഇത് നാളെ കണക്ട് ചെയ്യാം. ഇന്ന് ഒത്തിരി രാത്രിയായി പോവാ. നിർത്തട്ടെ. അപ്പൊ ഇനി സൗണ്ട് ബാർ കൂടെ നാളെ കണക്ട് ചെയ്യാം. സൗണ്ട് ബാർ കണക്ട് ചെയ്യാതെ തന്നെ നമ്മുടെ കുഞ്ഞനേൽ ഭയങ്കര ഇടിയാണ്. അയൽവക്കക്കാരും എല്ലാം വരുമോ അതുകൊണ്ട് അറിയത്തില്ല. ഞങ്ങൾ നാളെ സൗണ്ട് ബാർ കൂടെ കൊടുത്തിട്ട് കാണിക്കാം.
അപ്പോൾ 2 സാംസങ്ങിൻ്റെ ഹോം തിയേറ്ററിനെ ഒരു ഹോം തിയേറ്റർ ആകുകയാണ്. സാംസങ് കുറ്റം പറയല്ല, അവർ ഭയങ്കര ആംപ്ലിഫയറൊക്കെ വെച്ച് ഉണ്ടാക്കിയ സാധനം നമ്മുടെ ഒരു കുഞ്ഞൻ ആംപ്ലിഫയർ വെച്ച് തകർത്ത് മറിക്കാൻ പോവാം. നാളെ കണ്ടതിൻ്റെ ബാക്കിയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കോരിത്തരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.